പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിൽക്കി കോട്ട സാരി, പിസ്ത ഗ്രീൻ ഷെയ്ഡ്, പിന്നെ ഇതിൽ വരുന്ന വർക്ക് ആപ്ലിക് വർക്കാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കുകൾ വരിക. നമുക്ക് വാഷ് ചെയ്യാവുന്നൊക്കെ ഒരു സാരി, ഇത് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരിക. അതുപോലെ ലോവർ പോർഷനിലും ആ ബോർഡർ അതുപോലെ വരുന്നുണ്ട്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. നമുക്കത് ഓരോന്നായിട്ട് ഒന്ന് കാണാം. ഇതൊരു ലൈറ്റ് ക്രീം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക് വർക്ക് വരിക? ഡിസൈനുകളെല്ലാം ഇതിൻ്റെ സെയിം തന്നെ, പിന്നെ കളറിൽ മാത്രമേ മാറ്റുള്ളൂ. റേറ്റ് വരിക 2735 ഇത് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ. ആപ്ലിക് വർക്കുകളാണ് കേട്ടോ. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ ഇതിൽ പതിയൊരു ലേസ് മാത്രം ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ മെറ്റീരിയലിന് മാറ്റമുണ്ട്. ഇതൊരു കോട്ടണിലാണ് ബ്ലൗസ് പീസ് വരിക. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ. ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്കും അങ്ങനെ തന്നെ. അതുപോലെ ബോഡി പാർട്ടിൽ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്കുകളും വരുന്നുണ്ട്. നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. ഇത് സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ. ഇത് കണ്ടോ, ഇതിൻ്റെ ആപ്ലിക് വർക്ക് വന്നിരിക്കുന്നത്. ഈ ആപ്ലിക് വർക്ക് ഇതിനെ ഭയങ്കരമായിട്ടും ഭംഗിയാക്കുന്നതും അത് തന്നെ. നല്ല ഭംഗിയുള്ള ആപ്ലിക് വർക്കുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസ് ഞാൻ പറഞ്ഞല്ലോ, സ്വല്പം കോട്ടണിലാണ് വരുന്നത്. പിന്നെ ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇപ്പം ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളർ പാറ്റേണിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. പിന്നെ ബോഡി പാർട്ടിൽ ചെറിയ എംബ്രോയിഡറി വർക്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോർഡറും. റേറ്റ് 2735. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാട്ടോ, ലൈറ്റ് ലാവണ്ടറാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കളറ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് വീഡിയോ കോളിൽ വിളിച്ചിട്ടോ എങ്ങനെയാണത് ശരിക്കും കൺഫേം ആയിട്ട് തന്നെ അത് പർച്ചേസ് ചെയ്താൽ മതി. ഈ ഡൗട്ട് ഉള്ളവർക്ക് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ എനിക്ക് എൻ്റെ മാക്സിമം എനിക്കിങ്ങനെ കാണിക്കാൻ പറ്റത്തുള്ളൂ, അത് ഞാൻ കാണിക്കുന്നുമുണ്ട്. ഇത് ഡൗട്ടുള്ളവർ മാത്രം, അല്ലാത്തവരോട് ഞാൻ പറയുന്നില്ല. അവർ തീർച്ചയായിട്ടും ഇതെങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് കണ്ടിട്ട് പർച്ചേസ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ആപ്ലിക് വർക്ക് വരുന്നത്. സൈഡിൽ ഒരു ചെറിയൊരു ലേസ്, വളരെ മൈന്യൂട്ടായിട്ടൊരു ലേസും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിത്ത് ബ്ലൗസ് പീസ് ഒരു ചെറിയൊരു കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. 2735 ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമുക്കിത് 1 ലെയർ ആയിട്ടും അതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റഡ് ആയിട്ടും എല്ലാം നമുക്ക് വെയർ ചെയ്യാവുന്ന ഒരു സാരിയാണ്. അതുപോലെ വാഷ് ചെയ്യാവുന്ന സാരിയാണ്. ഒത്തിരി അയണിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ ഇത് സ്റ്റാർച്ച് ചെയ്യേണ്ട കാര്യങ്ങളുമില്ല. അങ്ങനെ ഒരു സാരിയാണിത്. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക് വർക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ. ഈ ആപ്ലിക് വർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാട്ടോ ഇത് വരുന്നത്. ഇങ്ങനെ ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നു. വിത്ത് ബ്ലൗസ് പീസിലല്ല, മൊത്തം ഒരു ചെറിയൊരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. അതുപോലെ ചെറിയ എംബ്രോയിഡറി വർക്കുകൾ ഫുള്ളായിട്ടും മെറ്റീരിയലിൽ സാരിയിൽ വരുന്നുണ്ട്. നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ ഭാഗമൊക്കെ ആകുമ്പോൾ. ഇത്രയും ഞാൻ കാണിച്ചത് ആപ്ലിക് വർക്കിൻ്റെ ഒരു ഡിസൈനായിരുന്നു. ഇത് മറ്റൊരു ഡിസൈനാണ്. പക്ഷേ ഇതിൻ്റെ വിലയിലും ഡിഫറൻസ് ഉണ്ട്. ഇത് 2539 ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക് വർക്ക് വരിക. പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. സിൽക്കി കോട്ടയാണ് മെറ്റീരിയലും. ഇതിൻ്റെ ഡിസൈനുകളിലും അതുപോലെ ഇതിൻ്റെ വർക്കിലുമുള്ള ഡിഫറൻസ് 2 റേറ്റിൻ്റെയാണ് ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നത്. വിത്ത് ബ്ലൗസാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഈ ആപ്ലിക് വർക്കും കൂടെ വരുന്നുണ്ട്. അതുപോലെ ആ ചെറിയൊരു ലേസും വരുന്നുണ്ട്. പിന്നെ ബോഡി പാർട്ടിൽ സ്കാറ്റേർഡ് ആയിട്ടാണ് ഈ ആപ്ലിക് വർക്കുകൾ ഇതിൻ്റെ വരിക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ്. ഈ കളറുകളെല്ലാം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചു.
അതായത് ഞാൻ പറഞ്ഞല്ലോ സിൽക്കി കോട്ടയാണ് സാരി, ഡിഫറെന്റ് ഡിസൈനുകളിലാണ് ഇത് വരുന്നത്. അപ്പം റേറ്റിലും മാറ്റമുണ്ട്. ഇത് വരുന്നത് 2539 ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു വരിക. ഇത് വിത്ത് ബ്ലൗസ് ആണ്. പക്ഷെ ഇതിന്റെ ബ്ലൗസ് പീസിന്റെ സ്ലീവിന്റെ എൻഡിലും ഈ ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. ഇതേ വർക്ക് തന്നെ. പിന്നെ ഈ മെറ്റീരിയലും കോട്ടൺ ആണ് കേട്ടോ. ഈ ബ്ലൗസ് പീസിന്റെ മെറ്റീരിയൽ കോട്ടൺ ആണ്. ഇത് സിൽക്കി കോട്ടൺ മെറ്റീരിയലും സാരി. ബോഡി പാർട്ടിലും സ്കാറ്റേർഡ് ആയിട്ട് ഈ ആപ്ലിക് വർക്കുകളാണ് വരിക. ഫ്ലീറ്റ്സിന്റെ ഭാഗത്തും അങ്ങനെ തന്നെ. ഇത് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ്. ഈ കളറുകളെല്ലാം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചു. അതായത് ഞാൻ പറഞ്ഞല്ലോ സിൽക്കി കോട്ടയാണ് സാരി, ഡിഫറെന്റ് ഡിസൈനുകളിലാണ് ഇത് വരുന്നത്. അപ്പം റേറ്റിലും മാറ്റമുണ്ട്. ഇത് വരുന്നത് 2539 ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു വരിക. ഇത് വിത്ത് ബ്ലൗസ് ആണ്. പക്ഷെ ഇതിന്റെ ബ്ലൗസ് പീസിന്റെ സ്ലീവിന്റെ എൻഡിലും ഈ ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. ഇതേ വർക്ക് തന്നെ. പിന്നെ ഈ മെറ്റീരിയലും കോട്ടൺ ആണ് കേട്ടോ. ഈ ബ്ലൗസ് പീസിന്റെ മെറ്റീരിയൽ കോട്ടൺ ആണ്. ഇത് സിൽക്കി കോട്ടൺ മെറ്റീരിയലും സാരി. ബോഡി പാർട്ടിലും സ്കാറ്റേർഡ് ആയിട്ട് ഈ ആപ്ലിക് വർക്കുകളാണ് വരിക. ഫ്ലീറ്റ്സിന്റെ ഭാഗത്തും അങ്ങനെ തന്നെ. ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡ്. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരിക. ആപ്ലിക് വർക്കാണ്. സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ. സൈഡിൽ ഒരു ക്രോസ് സ്റ്റിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടോ, എത്ര പെർഫെക്ഷനാന്ന് നോക്കി. ഒരു നൂല് പൊങ്ങി നിൽക്കുന്നോ അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ സൈഡ് ഇങ്ങനെ ചെറിയൊരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസ് പീസ് കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. സ്ലീവിന് 2 എൻഡിലും ഓരോ ആപ്ലിക് വർക്കായിട്ട് വന്നിരിക്കുന്നു. ഇതേ ആപ്ലിക് വർക്ക് തന്നെ ഈ ബോഡി പാർട്ടിൽ സ്കാറ്റേർഡ് ആയിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ ബോഡി പാർട്ടിൽ വരുന്ന ആപ്ലിക് വർക്കുകൾ. ഇങ്ങനെയാണ് ഇത് ഫുള്ള് വരിക. നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഡിസൈനുകളെല്ലാം ഇതിന്റെ സെയിം തന്നെ. എല്ലാം ആപ്ലിക് വർക്കുകൾ ഇങ്ങനെയാണ് വരിക. വിത്ത് ബ്ലൗസ് പീസിന്റെ സ്ലീവിന്റെ ഇതിലും അതേ ആപ്ലിക് വർക്ക് തന്നെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. 2539 ഈ സാരി വരുന്നത്. ഇത് ക്രീം ഷെയ്ഡിലാണ്. ഞാനിപ്പോൾ ആദ്യം ഇതിനകത്ത് 2 ടൈപ്പ് സാരികളാണ് കാണിച്ചേക്കണേ. ആദ്യം കാണിച്ച ടൈപ്പ് എല്ലാ കളറുകളും തന്നെയാണ് രണ്ടാമത്തെ ടൈപ്പിലുള്ളത്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും വിലകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, ഡിസൈനുകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മെറ്റീരിയൽ എല്ലാം സെയിം ആണ്. അപ്പം അതുകൊണ്ടാണ് ഇത് ഞാൻ ഒന്നോടെ പറഞ്ഞത്. 2 ടൈപ്പാണ് ഈ വീഡിയോയിലുള്ള സാരികൾ. ഇത് ആ ലൈറ്റ് ക്രീം ഷെയ്ഡിൽ ഇങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക് വർക്കുകൾ വരിക. വിത്ത് ബ്ലൗസ് ആണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. സ്ലീവിന്റെ എൻഡിലും ഇതേ ആപ്ലിക് വർക്കുകൾ തന്നെ വരുന്നുണ്ട്. ബോഡി പാർട്ടിൽ ഇങ്ങനെയാണ് വരിക. പ്ലീറ്റ്സിന്റെ ഭാഗം ഇങ്ങനെയാണ് ആപ്ലിക് വർക്കുകൾ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 2539. അപ്പോൾ ഇതിൽ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയക്കുക.